കേരള ഗവൺമെന്റിന്റെ 1000 ദിവസത്തെ അച്ചീവ്മെന്റുകൾ എല്ലായിടത്തും വളരെ കാര്യമായ രീതിയിലൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മളുടെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കസേര 94 വയസ്സായിട്ട് ശരീരം അണങ്ങാൻ പറ്റാത്ത ഒരാളെ ഇരുത്തിയിട്ടുണ്ട്. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എയർ കണ്ടീഷൻ മുറിയും 10-14 സ്റ്റാഫും കാറും കുറേയധികം കമ്പ്യൂട്ടറുകളും അവരെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. ഇതെല്ലാം ഈ 1000 ദിവസം ഇദ്ദേഹം എന്താ ചെയ്തത്? ഇദ്ദേഹം വല്ല ഭരണപരിഷ്കാരം നടത്തിയോ? അങ്ങനെയെങ്കിൽ ഏത് പരിഷ്കാരമാണ് ഇങ്ങനെ കൊണ്ടുവന്നത്? അതല്ല, ലക്ഷക്കണക്കിന് രൂപ ടാക്സ് കൊടുക്കുന്നവരുടെ പൈസ എടുത്ത് കുറേ ആൾക്കാർക്ക് സുഖിക്കാനും ഇടയ്ക്കിടയ്ക്ക് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ കുറേ കാര്യങ്ങൾ എഴുതി കൊടുക്കാനും ചില ഉദ്ഘാടനവും ചില തറക്കല്ലിടാൻ പറ്റില്ല, കാരണം കുനിയാനൊന്നും പറ്റില്ല, ശരീരമൊന്നും അനങ്ങണില്ല. ഇങ്ങനെ ഭരിക്കുന്നവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക, താൻ ഏതോ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞ് വെട്ടിനിരത്തിയതൊക്കെ മറന്ന് ഒരു വലിയ ത്യാഗിയാണെന്നൊക്കെ വരുത്തി തീർക്കുക. ഇങ്ങനെയുള്ളതല്ലാതെ ഈ 10-14 സ്റ്റാഫും ഈ ലക്ഷക്കണക്കിന് രൂപയുടെ കാറുകളും സൗകര്യങ്ങളും എയർ കണ്ടീഷൻ മുറികളും ഇതെല്ലാം കൂടി കൊടുത്ത് ഈ 1000 ദിവസം കൊണ്ട് ഇങ്ങേര് കേരളത്തിലുണ്ടാക്കിയ ഭരണപരിഷ്കാരം എന്താണെന്ന് ജനങ്ങളെ ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. അതല്ല, ഭരിക്കുന്നവർക്ക് ശല്യം ഉണ്ടാവാതിരിക്കാൻ ഒരു മുറിയിലിട്ട എല്ലാ സൗകര്യങ്ങളും ഹ്യൂജ് എമൗണ്ട് അദ്ദേഹത്തിന് ശമ്പളവും കൂടെയുള്ള സൗകര്യമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു പ്രതിമയെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വേലുത്തമ്പി ദളവയുടെയും അസംബ്ലിയുടെ മുമ്പിൽ EMSന്റെയും പ്രതിമയൊക്കെ വെച്ചിരിക്കുന്ന മാതിരി ഒരു ജീവനുള്ള പ്രതിമയെ അവിടെ വെച്ചിട്ട് എന്ത് നേടാനായിരുന്നു 1000 ദിവസം കൊണ്ട് സാധിച്ചത് എന്നുകൂടി നമ്മുടെ ഭരണത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതീകമായിട്ട് നിലനിൽക്കുന്ന ആ വ്യക്തിയുടെ സാന്നിധ്യം, പ്രവർത്തനം, അദ്ദേഹം നൽകിയ പ്രോജക്റ്റ്, അദ്ദേഹം നൽകിയിരിക്കുന്ന പരിഷ്കാരങ്ങൾ, അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടായി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പെടുത്തുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് ചിലർക്ക് തോന്നിയത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.